സോണിയാഗാന്ധിക്ക് ഇങ്ങനെ ഉള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണമെന്നും താല്പര്യം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും. അങ്ങനെ സോണിയാഗാന്ധിക്ക് തെറ്റായ ചിന്തയുണ്ട് എന്ന് സഖാവ് ശിവൻകുട്ടിയോ മറ്റാരെങ്കിലും ആരോപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒറ്റ കാര്യം കൂടി, ഈ പോറ്റി സോണിയാഗാന്ധി വിഷയത്തിൽ താങ്കളൊരു നിലപാട് കൃത്യമായിട്ട് എടുത്തിരുന്നു. അനാവശ്യമായിട്ട് ഒരാളുടെ പേര് വലിച്ചെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതൊരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ നിയമസഭയിലടക്കം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ സോണിയാഗാന്ധിയെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ നിയമസഭയിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി എടുത്ത സ്റ്റാൻഡ് അല്ല മറ്റുള്ളവർക്ക്. എന്താണ് ആ കുട്ടിക്കെതിരെയാണ്? അല്ല, അതിൽ ഈ അവരെല്ലാം ഉന്നയിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊന്നും സോണിയാഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. സോണിയാഗാന്ധിക്ക് ഇങ്ങനെ ഉള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണമെന്നും താല്പര്യം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും. അങ്ങനെ സോണിയാഗാന്ധിക്ക് തെറ്റായ ചിന്തയുണ്ട് എന്ന് സഖാവ് ശിവൻകുട്ടിയോ മറ്റാരെങ്കിലും ആരോപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഹൈ സെക്യൂരിറ്റി റിങ്ങിൽപ്പെട്ട ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് പലതവണ പോകാനും അവരുടെ ആ മഹതിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ കുറ്റവാളി സ്ഥാനത്ത് നിൽക്കുന്ന, സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നയാളും അത് വാങ്ങിയെന്ന് പറയപ്പെടുന്ന കർണാടകയിലെ ബെല്ലാരിയിലെ ഗോവർദ്ധനും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുക്കുകയാണ് ഇതിൽ. അപ്പോൾ അവരെ അവിടെ ഒരുമിച്ചെത്തിച്ചവരാരാണ്? UDF കൺവീനറാണോ, അതോ വേറൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ? ഇത് വ്യക്തമാക്കണം, വിശദീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോണിയാഗാന്ധിക്കെതിരെ ഞങ്ങൾ ആരും വിരൽ ചൂണ്ടില്ല. പക്ഷേ അവരെ ഇങ്ങനൊരു വിവാദത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ നേതാക്കന്മാരാണ് എന്നുള്ള വിഷയം മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്.